ഹായ് ഗൈസ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് DS ഇറെ. പ്രണവ് മോഹൻലാൽ നായകനായി എത്തുന്ന ചിത്രം DS ഇറെ അല്ലേ. പേര് കൊണ്ട് തന്നെ വ്യത്യസ്തമാണ്. അതുപോലെ നമ്മുടെ ബ്രഹ്മയുഗം ടീം ഒരുക്കുന്ന ചിത്രം കൂടിയാണ് DS ഇറെ. അതുപോലെ ഒരു ഹൊറർ മൂവിയും കൂടെയാണ്. ഏകദേശം ഒരു മാസം അല്ലെങ്കിൽ 30-35 ദിവസം കൊണ്ട് ഷൂട്ടിങ് കംപ്ലീറ്റ് ചെയ്ത ഒരു ചിത്രം കൂടെയാണ്. പക്ഷെ അല്ലേ, DS ഇറെ അത് തുടങ്ങിയതും തീർന്നതും ആരും അറിഞ്ഞില്ല സംഭവം. അതിപ്പോൾ അതിൻ്റെ ടീസറാണ് ഇപ്പം പുറത്തു വിട്ടിരിക്കുന്നത്. അല്ലെ, പ്രണവ് വൻ പൊളിയായിട്ടാണ് ഈ ചിത്രത്തിലെത്തുന്നത്. ഏതായാലും നമുക്ക് ടീസർ കണ്ടിട്ട് വരാം. അതിനു മുമ്പായി നിങ്ങൾ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. എന്ന വീഡിയോയിലോട്ട് പോകാം. ബ്ലഡാ? ഓ, ആഴത്തിലുള്ള വെറുപ്പോ ആഗ്രഹമോ ബാക്കി വെച്ച് ഒരാൾ മരിച്ചാൽ അയാളുടെ ആത്മാവ് പൂർണ്ണമായിട്ട് ഈ ഭൂമി വിട്ടു പോകാറില്ല. അവരുപയോഗിച്ചിരുന്ന വസ്തുക്കളിലൊക്കെ അവരുടെ സാന്നിധ്യം സംഭവം വൻ പൊളിയാണ് കേട്ടോ. എല്ലാത്തിനും അതെന്നാ മുറിയിലുണ്ടായിരിക്കണം. വല്ലാത്തൊരു മ്യൂസിക് അല്ലേ. അതെന്താണ്? ഡയറക്ടർ എന്തായാലും രാഹുൽ സദാശിവൻ വൺ അല്ലേ, വൺ സെറ്റപ്പാണ് ചെയ്തു വെച്ചിരിക്കുന്നതെന്നാണ്. കിടില ഐറ്റം ഹൊറർ ചിത്രം എന്ന് പറയുമ്പോൾ അല്ലേ, ഒരു മലയാളത്തിലൊരു ഹൊറർ ചിത്രം ഇറങ്ങിയിട്ട് അല്ലേ കുറച്ച് നാളായി. അതിപ്പോൾ പ്രണവ് നായകനായി എത്തുന്ന ചിത്രമാണ് അടുത്ത DS ഇറെ. എന്തായാലും വൻ പൊളി സാധനമാണ്. ടീസർ കണ്ടനൊക്കെ അല്ലേ, ഒരു അതിൻ്റെ കൂടെ ഒരു മ്യൂസിക് അല്ലേ, എന്തോ വല്ലാത്തൊരു മ്യൂസിക്. തിയേറ്റർ എക്സ്പീരിയൻസ് വേറെ ലെവലായിരിക്കും. സംഭവം പൊളി തന്നെ ആയിട്ടുണ്ട്. ഇതിൻ്റെ മ്യൂസിക് ചെയ്തിരിക്കുന്ന ആരാണ്? മ്യൂസിക് ക്രിസ്റ്റോഫ് സേവിയർ. എന്തായാലും വൻ പൊളി സാധനം തന്നെ. അതുപോലെ ടീസറിൽ അല്ലേ എന്താ ബ്ലഡും ആ ഒരു മ്യൂസിക്കും പിന്നെ അതിൽ കുറച്ച് ഡയലോഗും കാര്യങ്ങളൊക്കെ വേറെ ഇതിലും ടീസറിൽ വേറെ അധികം ആരെയും കാണിക്കുന്നില്ല. എന്തായാലും ഇത് വൻ ലെവൽ ഐറ്റം തന്നെയാണ് ചെയ്തു വച്ചിരിക്കുന്നത് രാഹുൽ സദാശിവൻ. യെസ്, സ്ക്രിപ്റ്റും പുള്ളിയുടെ ആണെന്ന് തോന്നുന്നു. സ്ക്രിപ്റ്റും ഡയറക്ഷനും രാഹുൽ സദാശിവൻ. എന്തായാലും സൂപ്പർ മൂവി ആയിരിക്കും എന്ന് പ്രതീക്ഷിക്കുന്നു ടീസർ കണ്ടനൊക്കെ അല്ലേ. അപ്പോൾ ഇതിൻ്റെ കൂടുതൽ അപ്ഡേറ്റ് ഇനിയും വന്നു കഴിഞ്ഞാൽ ട്രെയിലറിൽ കുറച്ചുകൂടെ കാണും അല്ലേ. കഴിഞ്ഞ വർഷമാണെന്ന് തോന്നുന്നു ഇതേപോലെ ഓണത്തിന് പ്രണവിൻ്റെ ഒരു ചിത്രം ഇറങ്ങി. അത് പിന്നെ ഇറങ്ങിയിട്ടില്ല. അപ്പോൾ ഇത് ഇറക്കാവുള്ളായിരുന്നു. ഒരു വർഷം ഒരു ചിത്രം എന്ന് ഒരു ഇതിലാണ് പോണത്. അത് മാറ്റി ഒരു 2-3 ചിത്രം ഇറക്കാനുള്ള ടൈമായി അല്ലേ. ഒരു വർഷത്തിലൊരു ചിത്രം എന്തുവാ. എന്തായാലും അങ്ങനത്തെ നല്ല ക്യാരക്ടറാണ് പുള്ളി ചൂസ് ചെയ്യുന്നത്. ഏതായാലും ഇത് നല്ലൊരു വിജയമായിരിക്കും. എൻ്റെ ട്രെയിലർ വരുമ്പം നമുക്ക് കുറച്ചുകൂടെ അറിയാം എന്താണ് സംഭവം. ഇതിൽ ഒരു ഡയലോഗ് ഉണ്ടല്ലോ, മരിച്ച ആളുടെ ഉപയോഗിക്കുന്ന വസ്തുക്കളിൽ അവരുടെ സാന്നിധ്യം കാണും. അതുകൊണ്ട് ഏത് നിമിഷം അല്ലേ അങ്ങനത്തെ മ്യൂസിക്കും അങ്ങനത്തെ സീൻസും കാര്യങ്ങളൊക്കെ ആയിരിക്കും. അത് നല്ലൊരു ടീസറായിരുന്നു. DS ഇറെ പേര് വല്ലാത്ത ടൈറ്റിലായി പോയി. അപ്പം അതിൻ്റെ ചെയ്യാം.
ഓക്കെ ഫ്രണ്ട്സ്, അടുത്തൊരു വീഡിയോയുമായി കാണുന്നവരേക്കും ബൈ ബൈ.